ഞങ്ങൾക്ക് ഇന്ന് 3 വർഷമായിട്ട് കണ്ണീരും കയ്യുമായിട്ട് നടക്കുന്നു. ഞങ്ങളിപ്പോൾ ഈ സീനിയർ സിറ്റിസൺ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും എബോവ് 70 ആണ്. ഇവർ ഇന്നിപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങൾ 3 ബസ് നിറയെ ആൾക്കാരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി, അതുപോലെ തന്നെ ഈ രജിസ്റ്റർ ഓഫീസ് ജോയിൻറ്റ് രജിസ്ട്രാറിൻ്റെ എറണാകുളത്ത് പോയി, ARൻ്റെ ഓഫീസിൽ പോയി, ഈ നിക്ഷേപകരുടെ പഠിക്കുക പോയി, ബാങ്കിൽ പോയി, ഇങ്ങനെ ഞങ്ങളൊരു മാസത്തോളം ഈ റിലേ സത്യാഗ്രഹം വരെ നടത്തി. ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, 1 രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത്രയ്ക്കും ടോട്ടൽ ഈ ബാങ്കിൽ നിക്ഷേപിച്ചവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കണമെങ്കിൽ ഏകദേശം 100 കോടി രൂപയിൽ കൂടുതൽ വേണം. അത്രയ്ക്കും ബാധ്യതയാണ് ഈ ബാങ്കിലിരിക്കുന്നത്. 1 രൂപ കിട്ടാതില്ലാതെ ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് നടക്കുകയാണ്. സർക്കാർ ഇതിനകത്ത് എന്ത് ചെയ്യും? അതിനകത്ത് ഞങ്ങൾ ഈ പറയുന്ന ജോയിൻറ്റ് രജിസ്ട്രാർ ജില്ലയുടെ പ്രധാന അധികാരിയാണ്. അദ്ദേഹത്തിനോട് നോക്കാം പറയാം ചെയ്യാം എന്ന് പറയുന്നല്ലാതെ ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരു നടപടിയും എടുത്തിട്ടില്ല. അവിടെ വന്നാൽ തന്നെ ജെന്യുവനായിട്ടുള്ള ആരെങ്കിലും ലോണുകൾ തിരിച്ച് കാശ് കൊടുത്താൽ തന്നെ ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഈ പറയുന്ന ഭരണസമിതിക്കാർ അവരുടെ കൂട്ടാളികൾക്ക് മാത്രം കൊടുക്കുന്നതല്ലാതെ നിക്ഷേപകർ വിളിച്ച് ഈ കുറച്ച് കാശ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തരാം, ആ ഒരു ഏർപ്പാട് അവരുടെ അടുത്ത് ഇല്ല. ഈ പറയുന്നവർ ചെന്നാൽ അവർ ചോദിക്കുന്ന ഇപ്പോഴത്തെ വിചിത്രമായ ചോദ്യം, നിങ്ങളോട് ആരാ പറഞ്ഞ ഇവിടെ കാശിടാൻ? ആ രീതിയിൽ വെക്കുന്നത്. കാശ് മേടിച്ച് ഇവർ തന്നെ ഈ സംഘത്തിൻ്റെ ഭരണസമിതിക്കാരും അവരുടെ ബിനാമികളും കട്ട് തിന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിലാണ്. കാശ് തന്നില്ലെങ്കിലും അധിക്ഷേപിച്ച് പറഞ്ഞു വിടുന്ന ഒരവസ്ഥയാണ്.